ഹലോ ഡിയർ ഫ്രണ്ട്സ്, അഗത്തിയിലെ കടലോര കാഴ്ചകളായിക്കോട്ടെ, കുട്ടികളുടെ കളികളും ഒക്കെ കടലിൽ കുട്ടികൾ കിടന്ന് കളിക്കുന്നത് കാണാൻ നല്ല രസമാണ്. അഗത്തിയിലെ കുഞ്ഞുങ്ങൾ തെർമോക്കോൾ ഉപയോഗിച്ച് കടലിലെ തിരയും കാറ്റും ഉള്ളപ്പോൾ കളിക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ തോട്ടി കുളിക്കുന്നത് പോലുള്ള ഫീലേ ഇവർക്കുള്ളൂ. കടലാണല്ലോ എന്നൊന്നുമില്ല, കടൽ അവരുടേതാണ്. ജനിക്കുമ്പോൾ തൊട്ടേ കണ്ടു വളരുന്നതായതുകൊണ്ട് അവർക്കതൊരു തെർമോക്കോളും പിടിച്ച് തിരയുടെ സമയത്ത് അവർ കയറി വരും. ഒരു പലക പോലെ ഒരു തെർമോക്കോൾ. തിര വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ്. ആ വന്നു. മുമ്പിലിങ്ങനെ മുക്കാലി കട്ടകൾ നിരനിരയായി കാണുന്നില്ലേ? അത് അവരുടെ അതിരും കൂടെയാണ്, ഓരോരുത്തരുടെയും അവകാശപ്പെട്ട ഭാഗങ്ങളുടെ അതിരും കൂടെയാണ്. അല്ലാതെ വെറുതെയുള്ള കടൽഭിത്തി മാത്രമല്ല. സീഷോറിൽ ഒത്തിരി എണ്ണം കൂന കൂട്ടി ഇട്ട് കുറേ ദൂരത്തേക്ക് കൂന കൂട്ടിയിട്ടാണ് കടൽഭിത്തി ഉണ്ടാക്കുന്നത്. ഇത് പക്ഷേ കടൽഭിത്തിയല്ല. തെങ്ങിലുള്ള പെയിൻറ് കണ്ടില്ലേ? കാവി പെയിൻറ്. അതായിരുന്നു പത്രത്തിലൊക്കെ വന്നത്, മോഡി കാവി പുതപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. റോഡ് സൈഡിലുള്ള തെങ്ങിന് മിക്കതിനും ഉണ്ട് ഇങ്ങനെ. അപ്പം ഞാൻ നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് റോഡിന് വീതി കൂട്ടാൻ വേണ്ടി അടിച്ച പെയിൻ്റാണ്, അല്ലാതെ എല്ലാ തെങ്ങിനും അടിച്ചിട്ടില്ല എന്ന്. ഇത് കടലിൻ്റെ വേറൊരു ഭാഗത്തു കൂടിയുള്ള സ്കൂബ ഡൈവിംഗ് ആണ്. അപ്പോൾ വേറെ കുറേ ഫ്ലോറ ആൻഡ് ഫോണ കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. കടലിൻ്റെ മുകൾ പരപ്പ് കണ്ടു, ഇനി അഗാധതയും കൂടെ കാണാം ഇതിലൂടെ എന്ന് വിചാരിച്ചു. ഒരു കൊഡേലിയ ഷിപ്പ് ക്രൂയിസ് വന്നടുത്തിരുന്നു അവിടെ. അതാണിത്. ഇത് അഗത്തിയിലെ ചില ഏരിയയാണ്. ഇവിടെ തെങ്ങുകൾ മാത്രമേ ഉള്ളൂ. അത്യപൂർവമായിട്ട് ചില വേലിപ്പരുത്തികളും പാട്ടി എന്ന് പറയുന്ന ഒരു സസ്യവും ഒക്കെ ഉണ്ട്. അവിടെ ഇവിടെ ഒന്നോ രണ്ടോ ഓമരവോ ഒരു കടപ്ലാവോ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഒരു പുല്ലുപോലും വളരുന്ന സ്ഥലമല്ല, പുല്ലില്ല. മണ്ണിനും കടലിനും എല്ലാം ഉപ്പുരസമല്ലേ. ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലുള്ള ചെടികളൊന്നും വളരുകയില്ല, കാട് പോലും. പിന്നെ ഇവിടെ പട്ടികളില്ല, പാമ്പുകളില്ല, പിടിച്ചു പറിക്കാരുമില്ല. കാക്കയോ മറ്റു പക്ഷികളോ ഒന്നും കണ്ടില്ല കേട്ടോ. സ്നേഹത്തോടും സഹകരണത്തോടും ജീവിക്കുന്ന ഒരു പറ്റം ആളുകളാണുള്ളത്. വന്ന് കാണേണ്ടതാണ്. ഗുണമേ ചെയ്യുള്ളൂ, ഒരു ദോഷവും ചെയ്യില്ല. അവർ തികച്ചും ശുദ്ധമാനസരാണ്. എന്ത് വില കൊടുത്തും അവർ നമ്മളെ രക്ഷിക്കും, അല്ലെങ്കിൽ സഹായിക്കും. ഇവിടുത്തെ അതിരുകൾ എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു വേലികളും സാരി കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ വലിച്ചു കെട്ടി അങ്ങനെയൊക്കെയുള്ള അതിരുകളാണ്. പണ്ടൊക്കെ ഇടത്തുവായി ചെല്ലുമ്പോൾ ഇങ്ങനെ ചെടി വേലികൾ കാണാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിരുകളെന്ന് പറയാൻ പറ്റില്ല. മുറ്റം പൊടി പാറാതെയും പിള്ളേർ റോഡിൽ ചാടാതെ ഇരിക്കാനൊക്കെ ആയിട്ട് കെട്ടി മറയ്ക്കുന്ന ഒരു ഉപാധിയാണ്. പിന്നെ പാട്ടി എന്ന് പറയുന്ന ചെടിയുടെ ഇല ഉപയോഗിച്ച് അപ്പം ഉണ്ടാക്കാനൊക്കെ എടുക്കും, വട്ടയിലയും വാഴയിലയ്ക്കും ഒക്കെ പകരം. ഇതാണ് ആ പറഞ്ഞ മരം. ഇതൊരു ചെറിയ മരമാണ്. Okay then, thank you. Please subscribe and support me.